ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിന്ദി ചാപ്റ്റർ ആണ് ഠാക്കൂർ കാ കുവ. ഠാക്കൂർ കാ കുവ എന്ന് പറഞ്ഞ ലെസൺ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് ഒരു കഹാനിയാ. കഹാനി മീൻസ് കഥയാണ്. ഠാക്കൂർ കാ കുവ എന്ന് പറഞ്ഞ ഒരു കഥയാണ് എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് ആണ്. പ്രേംചന്ദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് റൈറ്ററും കൂടിയ കുറെ ഉപന്യാസം എഴുതിയിട്ടുണ്ട്, കുറെ കഥകൾ എഴുതിയിട്ടുണ്ട്, കഹാനി ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, ഉപന്യാസം എഴുതിയിട്ടുണ്ട്. പ്രേംചന്ദ് എഴുതിയ കഥകളൊക്കെ കുറെ ടി വിയിൽ സീരിയലായിട്ടും കഹാനിയായിട്ടും കാണിച്ചു തന്നിട്ടുണ്ട്. അത് ദൂരദർശനിലൊക്കെ കുറെ കഥകൾ വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ പ്രേംചന്ദിന് ഇഷ്ടം പോലെ കഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രേംചന്ദ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. റൈറ്റർ പ്രേംചന്ദ് ആണ്. ഠാക്കൂർ കാ കുവ എന്ന് പറയുന്നത്, ഠാക്കൂർ എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാരാണ്. അപ്പോൾ ഉയർന്ന ജാതിക്കാരെ ഠാക്കൂർ എന്ന പേരിലാണ് വിളിക്കപ്പെടുക. അതായത് പണ്ടൊക്കെ ആ പേരനുസരിച്ചാണ് ജാതി ഉണ്ടാവുക. അപ്പോൾ ഠാക്കൂർ എന്ന് പറഞ്ഞത് ആ ഗ്രാമത്തിൽ ഏറ്റവും ഉയർന്ന ജാതിക്കാരാണ്. അപ്പോൾ ഇത് ജാതി പ്രഥയെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. അതായത് ജാതി ഡിസ്ക്രിമിനേഷൻ, ഇനിക്വാലിറ്റിയുടെ പറ്റിയിട്ട്. ആ കാലഘട്ടത്തിൽ ഇനിക്വാലിറ്റി, പണ്ടത്തെ കാലഘട്ടത്തിനെ പറ്റിയിട്ടാണ് പറയണത്. ഇനിക്വാലിറ്റി ഭയങ്കരമായിട്ട് നിലനിന്നിരുന്നു. ഞാൻ പണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും മോശമൊന്നുമല്ല. ഇപ്പൊ നമ്മൾ കേരളത്തിലൊന്നും അങ്ങനെ കാണപ്പെടുകയില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ചില ഗ്രാമത്തിൽ പോകുകയാണെങ്കിൽ ഈ ഇൻഇക്വാലിറ്റി ഇപ്പോഴും നമുക്ക് കാണപ്പെടും. അതായത് ജാതിപ്രഥ ഇപ്പോഴും ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും കേരളത്തിൽ ഗ്രാമങ്ങളേ ഇല്ല. വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിലില്ല. എല്ലാം ഒരേ മാതിരിയുള്ള ജീവിതശൈലിയാണ്. അതേസമയം നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ പോകുമ്പോഴാണ് എന്താണ് ഗ്രാമം. കേരളം ടൗൺ ആണ്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വരുമ്പോൾ അവർ ചോദിക്കുന്നത് എവിടെയാണ് ഗ്രാമം. കേരളത്തിൽ ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമുക്ക് റോഡുകൾ, അവർ താമസിക്കുന്ന വീടുകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. അതേപോലത്തെ അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഠാക്കൂർ കാ കുവ എന്ന് പറയുന്നത് ഒരു ജാതി പ്രഥയെ പറ്റിയിട്ടുള്ള കഥയാണ്. അപ്പൊ ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ലഘുലേഖ എഴുതാൻ, ഒരു ചെറിയൊരു കുറിപ്പ് എഴുതാൻ. ജാതി പ്രഥയെ അഭിഷാപ് എന്ന് പറഞ്ഞ ഒരു കുറിപ്പ് മിക്ക എക്സാമിലും വരാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾ നന്നായി പഠിച്ചോളൂ. ഒരു കുറിപ്പ് എഴുതാൻ. അപ്പോൾ അതിനൊരു 4-5 പോയിന്റുകൾ നിങ്ങൾക്ക് എക്സാമിൽ തരും. ആ പോയിന്റ് വെച്ചിട്ട് വേണം എഴുതാൻ. പിന്നെ നിങ്ങളുടെ മറ്റേ സ്റ്റുഡൻറ് ഇന്ത്യയിലൊക്കെ ഉണ്ടാവുമായിരിക്കും ജാതി പ്രഥയ്ക്ക് അഭിഷാപ് ഹേ എന്ന്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ നോട്ട് തരാം. മിക്ക എക്സാമിലും അത് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ലെസണിലേക്ക് വരാം. ഠാക്കൂർ കാ കുവ, പ്രേംചന്ദ്, കഹാനി, ഇത് മൂന്നും പഠിച്ചോളൂ. ഠാക്കൂർ കാ കുവ എന്ന് പറയുന്നത് ഒരു കഹാനിയാണ്. എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ് ആണ്. ഒരു ഉപന്യാസ് ലേഖകനാണ്, ഉപന്യാസ് എഴുതുന്ന ആളാണ്, ഷോർട്ട് സ്റ്റോറീസ് എഴുതുന്ന ആളാണ്. ഇനി ലെസണിലേക്ക് വരാം. ജോക്കു നെ ലോട്ട മുഹ്, ആദ്യത്തെ സീനാ കാണിക്കുന്നത്. ജോക്കു നെ ലോട്ട മുഹ് സെ ലഗായ തോ പാനി മേ സഖ്ത് ബദ്ബു ആയി. ജോക്കു നെ ലോട്ട മുഹ് സെ ലഗായ. ലോട്ട എന്ന് പറയുന്നത് മൊന്ത. അതായത് മൊന്തയിൽ എന്തിട്ടാണ് വെള്ളം കുടിക്കുകയാണ്. അപ്പൊ ജോക്കു ആ വെള്ളം എടുത്തിട്ട്, ലോട്ടയിൽ മൊന്തയിൽ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭയങ്കര പൊട്ട മണമാ വരുന്നത്. സഖ്ത് ബദ്ബു ആയി. സഖ്ത് ബദ്ബു മീൻസ് ഭയങ്കര പൊട്ട മണം അതിന്ന് വന്നു. ഗംഗി സെ ബോല യഹ കൈസാ പാനി ഹൈ. ഗംഗിനോട് പറഞ്ഞു ഇത് എങ്ങനത്തെ വെള്ളമാണ്. മാരെ ബാസ് കെ പിയാ നഹീ ജാത്ത. മാരെ ബാസ്, ബാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബദ്ബു, പൊട്ട മണം. പൊട്ട മണം കാരണം കുടിക്കാൻ പറ്റണില്ല. മാരെ ബാസ് കെ പിയാ നഹീ ജാത്ത. പൊട്ട മണം കാരണം കുടിക്കാൻ പറ്റണില്ല. ഗല സൂഖാ ജാ രഹാ ഹൈ और तू सड़ा पानी पिलाए देती है. ഗല സൂഖാ ജാ രഹാ, തൊണ്ട വരണ്ടു പോകുകയാണ്. എന്നിട്ട് നീ മാലിന്യമുള്ള വെള്ളമാണ് നീ എന്നെ കുടിപ്പിക്കുന്നത് എന്ന് ജോക്കു ആരോട് പറഞ്ഞു? ഗംഗിനോട് പറഞ്ഞു. ഗംഗി പ്രതിദിൻ ഷാം പാനി ഭർ ലിയ കർത്തി थी. ഗംഗി എല്ലാ ദിവസവും ഈവനിങ്ങിൽ, ഷാം എന്ന് പറയുന്നത് ഈവനിങ്ങിൽ കിണറ്റിൽ പോയിട്ട് വെള്ളം നിറച്ച് കൊണ്ടുവരും. കാരണം കിണർ കുറച്ച് ദൂരമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം നിറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പൊ നമുക്കൊക്കെ എന്താണ്, നമ്മുടെ മുറ്റത്ത് തന്നെ കിണറുണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് പൊതു കിണറാണ്. അപ്പോൾ ഒരു കിണറുണ്ടാകും ഇവരുടെ. ഇത് ഈ കിണറിൽ നിന്ന് ഇവർ മാത്രമേ, അതായത് താഴ്ന്ന ജാതിക്കാർ മാത്രമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഉയർന്ന ജാതിക്കാർക്ക് വേറെ കിണറായിരിക്കും. ആ കിണറിൽ നിന്ന് ഉയർന്ന ജാതിക്കാർ മാത്രമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവർക്ക് ഇവരുടെ ഏരിയയിൽ ഒരു കിണറേ ഉണ്ടാവുള്ളൂ. ആ കിണറിൽ നിന്ന് വേണം ഇവർ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഗംഗയുടെ വീടിനെക്കാട്ടിലും കുറച്ച് ദൂരമാണ് വെള്ളമുള്ളത്, കിണറുള്ളത്. അപ്പൊ എല്ലാ സമയം പോയി കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം പോയി വെള്ളം എടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഗംഗി എന്താ ചെയ്യുക, എപ്പോ എല്ലാ ദിവസം ഈവനിങ്ങിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കും. കുവ ദൂർ था, बार बार जाना मुश्किल था. ഇടയ്ക്കിടയ്ക്ക് പോവാ എന്ന്, ബാർ ബാർ മീൻസ് ഇടയ്ക്കിടയ്ക്ക് പോവാ എന്ന് പറഞ്ഞത് മുഷ്കിൽ ബുദ്ധിമുട്ടാണ്, മുഷ്കിൽ था എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. कल वह पानी लाई तो उसमें बू बिल्कुल ना थी. ഇന്നലെ, കൽ മീൻസ് ഇന്നലെ വെള്ളം കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ബൂ എന്ന് പറഞ്ഞത് പൊട്ട മണം ഉണ്ടായിരുന്നില്ല. ബൂ ബിൽക്കുൽ നാ थी, പൊട്ട മണം തീരെ ഉണ്ടായിരുന്നില്ല. ആജ് പാനി മേ ബദ്ബു കേസി, ഇന്ന് എങ്ങനെയാണ് ഈ വെള്ളത്തിൽ ഇത്രയും പൊട്ട മണം വന്നേ? ബദ്ബു എന്ന് പറഞ്ഞത് പൊട്ട മണം. എങ്ങനെയാണ് ഇന്ന് ഇത്രയും പൊട്ട മണം വന്നത്? ലോട്ട നാക്ക് സെ ലഗായ തോ സച്ച്മുച്ച് ബദ്ബു थी. ആ മൊന്ത എടുത്തിട്ട് മൂക്കിന്റെ അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ശരിക്കും പൊട്ട മണം ഉണ്ടായിരുന്നു. जरूर कोई जानवर कुएं में गिरकर मर गया होगा, मगर दूसरा पानी आवे कहाँ से. അപ്പൊ ഗംഗി പറയാം, ജറൂർ കോയി, എന്തായാലും ഏതെങ്കിലും ഒരു മൃഗം ആ കിണറ്റിൽ വീണിട്ട് ചത്തുണ്ടാവും, അതുകൊണ്ടാണ് ഇത്രയും പൊട്ട മണം വരുന്നത്. ദൂസറ പാനി ആവേ കഹാസെ, ആവേന്ന് വെച്ചാൽ വരിക, വേറെ വെള്ളം എവിടെ നിന്നാണ് വരിക? കാരണം അവർക്ക് ആകെ കൂടിയുള്ള ഒരു കിണറാണ് ഉള്ളത്. ആ ഏരിയത്തെ എല്ലാ ആൾക്കാരും, അവന്റെ ആ ജാതിക്കാർ മുഴുവനും ആ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വെള്ളം എവിടുന്ന് കൊണ്ടുവരും എന്നുള്ള സംശയത്തിൽ ഗംഗി അവിടെ നിൽക്കുകയാണ്. ഠാക്കൂർ കെ കുവേ പർ കോൺ ചढ़ने देगा, ഠാക്കൂറിന്റെ കുവേന്ന് ആരാണ് വെള്ളം എടുക്കാൻ സമ്മതിക്കുക? ദൂർ സേ ഹി ലോക് ഡാട്ട് ബതായെങ്കിൽ, ദൂരയിൽ നിന്ന് തന്നെ ആൾക്കാർ ചീത്ത പറഞ്ഞു വിടും, അതായത് വെള്ളം എടുക്കാൻ പോലും തരില്ല. സാഹു का कुआ गांव के उस सिरे पर है, परंतु वहां भी कौन पानी भरने देगा. സാഹുക്കാർ എന്ന് പറയുന്നത് പലിശക്കാരൻ, പലിശ കൊടുക്കുന്ന ആളെയാണ് സാഹു എന്ന് പറയുന്നത്. അപ്പൊ സാഹുക്കാരന്റെ അപ്പൊ 3 കിണറാ പറഞ്ഞത്. ഒന്ന് താന്ന ജാതികാർക്ക് കിണർ, പിന്നെ ഒന്ന് ഠാക്കൂറിന്റെ കിണർ, പിന്നെ സാഹുക്കാരന്റെ കിണർ. സാഹുക്കാരന്റെ കിണർ ഗ്രാമത്തിന്റെ അപ്പുറത്താണ്, അതായത് ഇവർ താമസിക്കേണ്ടതിനെക്കാട്ടിലും ഇവരുടെ കിണറിനെക്കാട്ടിലും ദൂരെയാണ്. അവിടുന്ന് സാഹുക്കാരന്റെ കിണറിൽ നിന്നുള്ള വെള്ളം ആരും എടുക്കാൻ കൊടുക്കില്ല, കാരണം അവരും ഉയർന്ന ജാതിക്കാരാണ്. ഏറ്റവും മുകളിൽ വരിക ഠാക്കൂറാണ്, പിന്നെ സാഹുക്കാരാണ് വരിക. അപ്പൊ അവരുടെ അവിടുന്ന് ആരാണ് വെള്ളം എടുക്കാൻ സമ്മതിക്കുക? അവര് ആ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ എളുപ്പമല്ല. परंतु वहां भी कौन पानी भरने देगा, कोई तीसरा कुआ गांव में है ही नहीं. മൂന്നാമത്തെ കിണർ ഗ്രാമത്തിൽ ഇല്ല എന്ന്. അപ്പൊ എവിടെ നിന്നാണ് ഇനി വെള്ളം എടുക്കുക എന്നുള്ള ഡൗട്ടിലാണ് ഗംഗി അവിടെ നിൽക്കുന്നത്. जोकू कई दिनों से बीमार है, कुछ देर तक तो प्यास रोके चुप पड़ा रहा, फिर बोला अब तो मारे प्यास के रहा नहीं जाता, ला थोड़ा पानी नाक बंद करके पी लूं. ജോഗു കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ട് കിടപ്പായിരുന്നു. അപ്പൊ ജോക്കുക്ക് ആണെങ്കിൽ കുറച്ചു നേരം വരെ ജോക്കു വെള്ളം കുടിക്കാണ്ട് അവിടെ ദാഹിച്ചു നിന്നു. ഇനി എന്താ, ഫിർ ബോല അബ് തോ മാരേ പ്യാസ് കെ രഹാ നഹീ ജാതാ, തൊണ്ട വരണ്ടിട്ട് ഇപ്പൊ ദാഹം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല, കുറച്ച് വെള്ളം എനിക്ക് തായോ, ഞാൻ മൂക്ക് അടച്ചു പിടിച്ച് കുടിച്ചോളാം എന്ന് ജോക്കു പറഞ്ഞു. ഗംഗീനെ പാനി നാദിയ, ഗംഗി വെള്ളം കൊടുത്തില്ല. खराब पानी से बीमारी बढ़ जाती है, इतना जानती थी. അവൾക്ക് ഇतना जानती थी എന്ന് പറഞ്ഞാൽ ഇത്ര അറിയായിരുന്നു, പൊട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം കൂടും. परंतु यह ना जानती थी कि पानी को उबाल देने से उसकी खराबी जाती रहती है. പക്ഷെ അവൾക്ക് ഇതറിയില്ലായിരുന്നു, ആ വെള്ളത്തെ നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള അണുക്കൾ പോകും എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പൊട്ട വെള്ളം കുടിച്ചാൽ അസുഖം വരും എന്നുള്ള കാര്യം അവൾക്ക് നല്ലോണം അറിവുണ്ടായിരുന്നു. ബോലി, എന്നിട്ട് അവള് പറഞ്ഞു, യഹ് പാനി कैसे पियोगे, ना जाने कौन जानवर मरा है, कुएं से मैं दूसरा पानी लाए देती हूँ. അപ്പൊ ഗംഗി പറഞ്ഞു, ഈ വെള്ളം ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ തരില്ല, ആർക്കറിയാം ഏത് മൃഗമാണ് അതിനകത്ത് ചത്ത് കിടക്കുന്നത്, ഞാൻ കിണറിൽ നിന്ന് വേറെ വെള്ളം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ജോക്കുനെ ആശ്ചര്യ से उसकी ओर देखा, पानी कहाँ से लाएगी. ജോക്കു അതിശയം കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വെള്ളം എവിടുന്ന് നീ കൊണ്ടുവരും? കാരണം ആകെ 3 കിണറാ, ഒരു കിണറിൽ മൃഗം ചത്ത് കിടന്നിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, മറ്റേത് സാഹുയുടെ കിണറാണ്, മൂന്നാമത്തേത് ഠാക്കൂറിന്റെ കിണറാണ്, ഇത്രയും കിണറേ അവിടെ ഉള്ളൂ, അപ്പൊ നീ എവിടുന്നാണ് വെള്ളം കൊണ്ടുവരിക എന്ന അതിശയം കൊണ്ട് ജോക്കു ഗംഗീനെ നോക്കി. ഹാത്ത് പാവ് തുടുവാൻ ജോക്കു പറയാണ്,
हाथ पांव तुड़वा आएगी और कुछ ना होगा, बैठ चुपके से ब्राह्मण देवता आशीर्वाद देंगे. അപ്പൊ പറഞ്ഞു ഹാത്ത് പാവ് തുടുവായി, കൈയും കാലും പൊട്ടിച്ചു കൊണ്ടുവരും എന്ന് വെച്ചാൽ അവർ തല്ലി പൊട്ടിക്കും. മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ. ഹാത്ത് പാവ് തുടുവായി ഓർ കുച്ച് നാ ഹോഗ, കൈയും കാലും പൊട്ടിച്ചു വരും, വേറെ ഒന്നും സംഭവിക്കില്ല, നീ മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കും. ബ്രാഹ്മൺ ദേവത നിന്നെ അനുഗ്രഹിക്കും. ബ്രാഹ്മൺ ദേവത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ബ്രാഹ്മൺസിനൊക്കെ ദൈവത്തിന്റെ സ്ഥാനമായിരുന്നു. അപ്പോൾ ഈ കുവയിൽ ഇവർ പോയിട്ട് വെള്ളം എടുത്താ, ഠാക്കൂറും സാവൂടിയും കുവയിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ കുവ എന്താകും, ആ കിണർ എന്താകും, പൊട്ടയായി പോകും. അപ്പോൾ അത് അശുദ്ധമായി പോകും. അപ്പോൾ അശുദ്ധം ചെയ്യേണ്ട, ശുദ്ധമാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ബ്രാഹ്മൺ ദേവതമാർ നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് അവൻ ജോക്കു പറഞ്ഞത്. ഠാക്കൂർ ലാഠി മാരേഗ, സാഹുജി 1 के 50 ഠാക്കൂർ എന്ന് പറഞ്ഞത് ലാഠി മാരേക. ലാഠി മീൻസ് വലിയ വടികൊണ്ട് നിന്നെ പിടിച്ച് അടിക്കും. സാഹു ആ പലിശക്കാരനാ, ഒരെണ്ണത്തിന് 5 രൂപ വെച്ചെടുക്കും. പലിശക്കാരൻ എപ്പോഴും ഇരട്ടിയിൽ എടുക്കുക. അപ്പോൾ ഒരു മൊന്ത വെള്ളത്തിന് ഇരട്ടി കാശായിട്ട് നിന്റെ കയ്യിൽ നിന്ന് എടുക്കും. 1 के 5 ഒന്നിന്റെ പകരം 5 എടുക്കും എന്ന്. गरीबों का दर्द कौन समझता है, हम तो मारे भी जाते हैं तो कोई द्वार पर झांकने नहीं आता. गरीबों का दर्द कौन समझता है, പാവപ്പെട്ടോന്റെ വേദന ആർക്കാണ് മനസ്സിലാവുക. हम तो मारे भी जाते तो कोई द्वार पर झांकने नहीं आता. നമ്മൾ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ, ദ്വാർ മീൻസ് നമ്മളുടെ വാതിൽ, വീടിന്റെ കതകിന്റെ വാതിൽ, അവിടെ വന്നിട്ട് എത്തി നോക്ക് പോലും ഇല്ല. ആരെങ്കിലും പാവപ്പെട്ടവർ മരിച്ചാൽ എത്തി നോക്കാൻ പോലും ആരും ഇല്ല. कंधा देना तो बड़ी बात है, ऐसे लोग कुएं से पानी भरने देंगे. കന്ത ദേന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശവം കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഷോൾഡർ കൊടുക്കുക എന്ന് പറയാം. ഇവിടെ ഷോൾഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോവർബാണ്. അതായത് ആശ്രയം തരുന്നത് പോയിട്ട് അവർ നിന്നെ പാനി വെള്ളം പോലും തരില്ല. ഒന്ന് ആശ്രയം തരു പോലും ഇല്ല, വെള്ളം തരു പോലും ഇല്ല എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. कांधा देना तो बड़ी बात है, ऐसे लोग कुएं से पानी भरने नहीं देंगे. കുവയിൽ നിന്ന് വെള്ളം നിറയ്ക്കാൻ പോലും തരില്ല എന്നാണ് ഇവിടെ വരുന്ന അർത്ഥം. ഇനി പേജ് നമ്പർ 50 എടുക്കുക. 49 കഴിഞ്ഞു, പേജ് നമ്പർ 50. ഇൻ ശബ്ദോമേ കടുവ സത്യത. ഈ വാക്യം, ഈ പറഞ്ഞ വാക്കിൽ ഒരു കടുവ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സത്യം, അവിടെ കയ്പ് നിറഞ്ഞുള്ള ഒരു സത്യം അവിടെ ഉണ്ടായിരുന്നു. गंगी क्या जवाब देती, किंतु उसने बहुत बदबूदार पानी पीने को ना दिया. इन शब्दों में कड़वा सत्य था. गंगी क्या जवाब देती, किंतु उसने वह बदबूदार पानी पीने को ना दिया. ഗംഗി ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയുക? പക്ഷെ അവള് അതിന്റെ ഭർത്താവിന് അസുഖം വന്ന ഭർത്താവിന് ഇത്രയും ബദ്ബൂദാർ പൊട്ട മണമുള്ള വെള്ളം കുടിക്കാൻ സമ്മതിച്ചില്ല. रात के 9 बजे थे, രാത്രി 9 बजे 9 o'clock ആയിട്ടുണ്ടായിരുന്നു. തക്കെ മാന്തേ മസ്ദൂർ തോ സോ ചുക്കെ थे. ക്ഷീണിച്ചുള്ള പണിക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 9 മണി ആകുമ്പോഴേക്കും ഠാക്കൂറിന്റെ അവിടുത്തെ ജോലിക്കാരൊക്കെ കാലത്ത് തൊട്ട് വൈകുന്നേരം പണി ചെയ്തതിനു ശേഷം അവിടുത്തെ ആൾക്കാർ അവിടെ ഉറങ്ങിപ്പോയിണ്ടായിരുന്നു. ठाकुर के दरवाजे पर 10-5 बेफिक्र जमे थे. ഠാക്കൂറിന്റെ കതകിന്റെ ഡോർ, ദർവാജ എന്ന് പറയുന്നത് ഡോറിന്റെ അവിടെ ഒരു 5-10 ബേഫിക്കർ എന്ന് വെച്ചാൽ ഒരു ചിന്തയും ഇല്ലാത്ത ആൾക്കാർ, വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരു കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. 10-5 बेफिक्र जमा थे. मैदानी बहादुरी का तो अब ना जमाना रहा. मैदानी बहादुरी മീൻസ് ധൈര്യം കാണിക്കുന്നത്, അതായത് നമ്മള് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ധൈര്യം കാണിക്കുന്ന ഉള്ള കാലഘട്ടമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ना मौका मैदानी बहादुरी का तो अब ना जमाना रहा ना मौका. അങ്ങനത്തെ ഒരു കാലഘട്ടവും അല്ലായിരുന്നു, അങ്ങനത്തെ ഒരു അവസരം അല്ലായിരുന്നു. കൂടുതൽ ധൈര്യം കാണിക്കുക എന്നുള്ള ഒരു കാലഘട്ടവും അല്ലായിരുന്നു, അങ്ങനത്തെ ഒരു അവസരം അല്ലായിരുന്നു. കാനൂനി ബഹാദുരി की बातें हो रही थी. അവിടെ കാനൂനി മീൻസ് कानूनी बहादुरी की बातें कर हो रही थी. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളുടെ പറ്റിയിട്ടുള്ള വർത്താനമാണ് അവിടെ നടന്നിരുന്നത്. അതായത് അടിച്ചമർത്തിയിട്ടുള്ള വർത്താനത്തിന്റെ പകരം അവിടെ എന്തിട്ടായിരുന്നു, നിയമം പ്രകാരം എങ്ങനെയാണ് ഒരാളെ കൊടുക്കുക എന്നുള്ള വർത്താനമാണ് അവിടെ നടന്നിരുന്നത്. कितनी होशियारी से ठाकुर ने
थानेदार को एक खास मुकदमे में सिफारिश दी और साफ निकल गए. कितनी होशियारी से, എത്ര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഠാക്കൂറിനെ थानेदार മീൻസ് ആ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നതാണ് थानेदार को एक खास मुकदमे, ഒരു പ്രത്യേകമുള്ള കേസ്, മുക്കദ്മ മീൻസ് ഒരു പ്രത്യേക, ഖാസ് മുക്കദ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കേസിൽ में रिश्वत दी और साफ निकल गए. रिश्वत मीन्स ബ്രൈബ് കൊടുത്തിട്ട് എളുപ്പത്തിൽ അവിടുന്ന് കാശ്, റിശ്വത്ത് എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുക, ബ്രൈബ് കൊടുക്കുക, അത് കൊടുത്തിട്ട് ആ കേസിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അതായത് അവർ നിയമം കയ്യിലെടുക്കുക. ഠാക്കൂർ എന്താ ചെയ്യണത്? നിയമം കയ്യിലെടുത്തിട്ട് എന്ത് തെറ്റും ചെയ്തിട്ട് അതിൻ്റെ ആ നിയമത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്ത് കാര്യം ചെയ്യും, എന്നിട്ട് കാശ് കൊടുത്തിട്ട് അതിൽ നിന്ന് സാഫ് നിക്കൽ ജഗ, സാഫ് നിക്കൽ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ അതിൽ നിന്ന് വിട്ടുപോകുകയാണ് ചെയ്യുന്നത്. कितने अक्लमंदी से एक मौके में मुकदमे की नकल ले आए. कितनी അക്കൽമന്തി സെ, അക്കൽമന്തി മീൻസ് ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച്, എത്ര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഏക് മോക്കെ, ഒരു മോക്കയ്ക്ക് മുക്കദ്മേമേ, ഒരു കേസിൽ നിന്ന് കി നക്കൽ ലേ ആയി, അതായത് ആ കേസിന്റെ കോപ്പി കൊണ്ടുവന്നു. അതായത് ആളുടെ പേരിൽ ഒരാൾ ചെന്നിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാശ് കൊടുത്തിട്ട് ആ കോപ്പി എന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കോപ്പി വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഠാക്കൂറിന്റെ മുകളിൽ പിന്നെ ഒരു കേസും ഉണ്ടാകില്ല. അപ്പോൾ മുക്കദ്മേക്ക് നക്കൽ ലേ ആയി. നാജിദ് और नजीर और मोहतिमा सभी कहते थे नकल नहीं मिल सकती. നജീറും മോഹത്തിമയും പറഞ്ഞിരുന്നു ആർക്കും ഇങ്ങനെ കോപ്പി കിട്ടില്ല, അതായത് എക്സ്ട്രാ കോപ്പി അങ്ങനെ കിട്ടില്ല. നമ്മൾ കേസ് ചാർജ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ കോപ്പി ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്ന് നജീറും മോഹത്തിമയും പറഞ്ഞിരുന്നു. കൊയ് 50 മാങ്ത കൊയ് 100, ആരെങ്കിലും 50 ചോദിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും 100 ചോദിക്കും. യഹ് ബേപൈസെ കോടി നക്കൽ ഉഠാതി. ഈ കാശാണ്, ഈ ഇത്രയും കാശ് കൊടുത്തപ്പോൾ അവർക്ക് എന്തുണ്ടായി, അതിൻ്റെ ഒരു കോപ്പി കിട്ടി. ആർക്ക്? ഠാക്കൂർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടു. കാം കർണേ കാ ഡങ് ചാഹിയേ, പണി ചെയ്യാനുള്ള അറിവുണ്ടാവണം. അതായത് ഠാക്കൂറിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, ഠാക്കൂർ എന്താണ് പറയണത് അത് മാതിരിയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഠാക്കൂറിന്റെ മുകളിൽ ഒരു കള്ളക്കേസല്ല, ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ ഈ ഠാക്കൂർ എന്താ ചെയ്തത്? കാശ് കൊടുത്തിട്ട് ആ കേസിന്റെ ചാർജ് ഷീറ്റ് ആള് കയ്യിൽ വശം വെച്ചു. അത് 50 100 എത്ര വേണമെങ്കിലും കൊടുത്തിട്ട് ആൾ അതിന്റെ കൈക്കൽ വെക്കും. അപ്പൊ ഈ സംസാരമാണ് ആ ഠാക്കൂറിന്റെ ഡോറിന്റെ അവിടെ ഇരുന്നിട്ട് 5-10 ആൾക്കാരും ഠാക്കൂറും കൂടി ഇരുന്നിട്ട് ഈ സംസാരങ്ങളായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസി സമയം ഗംഗി കുവേസെ പാനി ലേനെയായി. ആ സമയത്താണ് ഗംഗി കിണറിന്റെ അവിടെ നിന്ന് വെള്ളമെടുക്കാൻ വന്നത്. കുപ്പി കി ദുൽദിരി റോഷ്നി കുവേ പർ ആ രഹി थी. കൂപ്പി എന്ന് പറയുന്നത് ചെറിയ ഒരു വെളിച്ചം, അതായത് ദിയയിൽ നിന്നുള്ള ചെറിയ ഒരു വെളിച്ചം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കിണറിന്റെ ഭാഗത്ത്. ആ സൈഡിൽ കത്തിച്ച വെളിച്ചം, ഇവർ വർത്താനം പറയുന്നിടത്ത് ചെറിയൊരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം ഈ കിണറിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഗംഗി ജഗത് കി ആട് മേ ബൈഠി മൗക കാ ഇന്റസാർ കർനെ ലഗി. ഗംഗി ആ കിണറിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അവസരം നോക്കി നിൽക്കുകയായിരുന്നു. गंगी जगत की आड़ में बैठी मौके का इंतजार करने लगी. इस कुएं का पानी सारा गांव पीता है, किसी के लिए रोक नहीं, सिर्फ ये बदनसीब नहीं भर सकती. ഈ കുവ, ആ കിണറിൽ നിന്നുള്ള വെള്ളം ആ ഗ്രാമത്തെ എല്ലാ ആൾക്കാരും, അതായത് ഈ താഴ്ന്ന ജാതികൾ ഈ ഗ്രാമത്തിൽ നിന്ന് നീങ്ങിയിട്ട് വേണം താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരുടെ അവിടെ താമസിക്കുന്നത് മുഴുവനും ഉയർന്ന ജാതിക്കാരാണ്. അപ്പൊ ആ ഉയർന്ന ജാതിക്കാർക്കൊക്കെ ഈ കിണറിൽ നിന്ന് വെള്ളമെടുക്കാം, ഈ പാവപ്പെട്ടവർക്ക് മാത്രം ഈ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല എന്നാണ് അവള് മനസ്സിൽ വിചാരിക്കുന്നത്. സിരിഫ് എ ബദ്നസീബ്, ഈ പാവപ്പെട്ടവൾ മാത്രമേ ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല. വരെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. ബാക്കി ക്ലാസ് നമ്മൾ അടുത്ത ദിവസം എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.